ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 20 വർഷമായി ഈ പറഞ്ഞവരെ പാർലറിൽ ഏകദേശം ഒരു 16-17 വയസ്സ് മുതൽ ഞാനൊരു പാർലർ ബേബിയാണ് കേട്ടോ. പള്ളിപ്പുറത്തുള്ള പാർലറിലും ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചിയിൽ മുണ്ടൻവേലിയിൽ സിജിയുടെ ഒരു പാർലറുണ്ട്, അവിടെയാണ് ഞാൻ ആദ്യമൊക്കെ പോയിരുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് മാറുമല്ലോ, അങ്ങനെ മാറിയതാണേ. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ പാർലറിലെ പേരുകളെല്ലാം ഞാൻ എടുത്തു പറയാം. സജിത്ത് ആൻഡ് സുജിത്ത്, ടോണി ആൻഡ് ഗൈ, മാജിക് മൊമെന്റ്സ്, സെൻട്രൽ സ്ക്വയറിലുള്ള മാജിക് മൊമെന്റ്സ്, ലെക്സോൺ, ബാരിക്സ് ലെക്സോൺ, കൈക്കൂടം. ഇപ്പൊ ഞാൻ വന്നത് ദക്ഷ് എന്ന് പറയുന്ന നവോദയ ജംഗ്ഷനിൽ കാക്കനാടുള്ള ഒരു സലൂണിലാണ്. ദക്ഷ് നവോദയ ജംഗ്ഷൻ കാക്കനാടുള്ള സലൂണിലാണ് നമ്മുടെ എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന വിദ്യ വി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ബോട്ടിക്ക് ഉണ്ട് കേട്ടോ, തൃപ്പൂണിത്തറ. അവളാണ് എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. അവളെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ലാതെ നോർമൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതൊന്നല്ലല്ലോ പാർലർ എന്ന രീതിയിലാണ് ചെന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം അവര് ചെയ്ത കളർ കണ്ടല്ലോ, കളറ് ഓക്കെ, കളർ നല്ല പ്രീമിയം ക്ലാസ് കളർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുകൂടാതെ പ്രൈസും ഞാൻ ഈ പറഞ്ഞ പോലെ 20-26 ലെയർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ തലയിൽ. അത്രയും ഇതിന് എന്നെ സംബന്ധിച്ച് വമ്പിച്ച ലാഭമാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ റേറ്റ് പറയാത്തത് ഓരോരുത്തരുടെ ഹെയറിന്റെ ലെങ്ത് അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു പ്രത്യേകത വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ ക്രൗൺ ഏരിയയിൽ എനിക്ക് നേരെ ഉള്ള സ്ഥലം ബാക്കിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിലത്തെ നാട്ടുകാരെ കാണുന്നു ഞാൻ പ്രശ്നമാക്കാറില്ല കേട്ടോ. ക്രൗൺ ഏരിയയിൽ ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ, ലോറിയന്റെ ബ്ലാക്ക് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ അവിടെ എങ്ങനെ വന്നാലും കളർ ചെയ്ത പിടിക്കാറില്ല. എന്നിട്ട് പോലും അവിടുത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് നമ്മുടെ ആലം എന്നാട്ടോ അവന്റെ പേര്. ഞാനപ്പോഴോട് പറഞ്ഞു ആലം എന്ന് പറഞ്ഞ കല്ല് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഹിന്ദിക്കാരാണ്, പക്ഷെ അടിപൊളിയായിട്ട് അവന്റെ മലയാളം അറിയാം. അവനിവിടെ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ മലയാളം അവൻ അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ആനയെന്ന് പറയുമ്പോൾ ചേനയെന്ന് പറയും എന്നുള്ളൊരു ലക്ഷണത്തിലാണ് ഞാൻ തുടക്കൂട്ടെങ്കിലും ഞാൻ പറയുന്ന എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. ആ പയ്യൻ നല്ലൊരു പാഷനായിട്ട് ഇതിനെടുത്തതുപോലെ തോന്നി. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു ഇവിടെ കളർ ചെയ്താൽ പിടിക്കത്തില്ല. പക്ഷെ അവനത് ട്രൈ ചെയ്യാൻ, അവരുടെ പ്രൊഡക്റ്റ് അല്ലേ വേസ്റ്റ് ആവുന്ന, എന്നാ പോലും ട്രൈ ചെയ്യാൻ കാണിച്ച ഒരു മനസ്സുണ്ട്. കുറച്ചൊക്കെ ഷെയ്ഡ് പിടിച്ചിട്ടോ, അത് വേറെ കാര്യം. സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ തന്നെ പറയൂ എന്നാ ആ ഭാഗത്തേക്ക് ട്രൈ ചെയ്യണ്ട. പക്ഷെ അവൻ അത് അവിടെയും ട്രൈ ചെയ്തു, ചെറിയൊരു ഷെയ്ഡ് പിടിച്ചായിരുന്നു. അപ്പൊ ഈ നേരെയുള്ള ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത്, നിങ്ങൾ കളറിങ് ചെയ്യാൻ പോകുമ്പോൾ ദയവ് ചെയ്ത് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ പറയണം ഞാൻ ഇന്ന കളർ ചെയ്തിട്ടുണ്ട്, എനിക്ക് നേരെ വന്നപ്പോഴേക്കും ഞാനിങ്ങനെ കളറിങ് ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്, ഡൈ ആണെങ്കിൽ ഡൈ, ഹെന്ന ആണെങ്കിൽ ഹെന്ന, ലോറിയലിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രാൻഡഡ് ആണെങ്കിൽ ഇന്ന ബ്രാൻഡിന്റെ ഹെയർ ഞാൻ കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് പാർലറുകൾ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെ ചെല്ലുമ്പോ കളർ ചെയ്യാൻ പോകും, അപ്പൊ ഇവിടെ കളർ പിടിക്കൂല, നേരെ തല്ലൂടും. എന്താടോ ഇവിടെ കളർ ആവാഞ്ഞ്, അതെന്താ ഇങ്ങനെ ആവാഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അവരെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. കാരണം ഹെയർ ഡൈ എന്ന് പറയാൻ വേണമെങ്കിൽ ഹെയർ കളർ എന്നൊക്കെ ഇപ്പൊ പറയുന്നു, ഡൈ എന്ന് പറഞ്ഞ പാക്കറ്റിൽ അത് ഡൈ തന്നെയാണ്. ഈ നമ്മള് ബ്രാൻഡഡിന്റെ ആണെങ്കിലും നമ്മൾ ഈ വൈറ്റ് ഹെയർ ബ്ലാക്ക് ആക്കുന്നു. അപ്പൊ അത് ചെയ്ത ഏരിയയിലേക്ക് കളർ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കാറില്ല. പിന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, നമ്മളത് ബ്ലീച്ച് ചെയ്ത് കളഞ്ഞ് ഡൈ ചെയ്ത ഹെയറിൽ കളർ പിടിക്കുന്ന ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ തന്നെ വൈസ് ചെയ്യാം. അതായത് നമ്മള് ഈ ഹെയർ ബ്ലീച്ച് ചെയ്ത് കംപ്ലീറ്റ് അത് കളഞ്ഞു ഫുള്ള്, അതായത് എന്തൊക്കെ കളറുകൾ നമുക്കുണ്ടോ അതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ മേളില് പിന്നെ അത് ചെയ്തു, അതിന്റെ മേളില് കളർ ചെയ്യുമ്പോഴൊക്കെ പിടിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പാവം പിടിച്ച നമ്മളെ ഹെയറിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. ഇതുങ്ങൾക്ക് ജീവൻ വേണ്ടേ, എന്തെങ്കിലും ബാക്കി വേണ്ടേ, ഒരു 1-2 ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് എന്റെ മുഖത്തുള്ള സന്തോഷം കാണാനല്ലേ, അടിപൊളിയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം കേട്ടോ, എന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ഏജിലുള്ള ആൾക്കാർ, ആമ്പിള്ളേരെ കേട്ടോ, ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ നോക്കുമ്പോ എന്താ ഹെയർ ഒക്കെ വളർന്ന് പ്രാന്തന്മാരെ പോലെ ഇരിക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ തിരിച്ചു പോയത് എന്ത് മിടുക്കന്മാരായിട്ടാടാ, അടിപൊളിയാണ് മെൻസിന്റെ കട്ടിങ്. നിങ്ങൾ ഓടിച്ചെന്നോ മെൻസിന്റെ ഹെയർ കട്ട് അടിപൊളിയാണ്. കാരണം ഞാൻ പല സ്ഥലത്തും ഞാനിപ്പോ പറഞ്ഞില്ലേ ടെക്സ്ചറിലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, തോപ്പുംപടിയില് ടെക്സ്ചറിലാണ് ടുട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലിംഗ് ചെയ്തിരുന്നത് രണ്ടാമതൊരു പാർലറിൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, നമ്മുടെ ദക്ഷ് എന്ന് പറഞ്ഞത്. അവര് പൈസ എന്നിട്ട് ഇത് ചെയ്യണമെന്നൊന്നും പറയരുത്. ഞാൻ അവിടെ വെച്ച ബില്ല്, ഞാൻ അവർക്ക് കൊടുത്ത ബില്ലിന്റെ സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ തരാട്ടോ. എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായതുകൊണ്ട്
അറിയാലോ, എറണാകുളത്ത് പെട്ടിക്കട പോലെ, അത് അടുത്തടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു കടകൾ പോലെ പാർലറുള്ള സ്ഥലത്ത് കൺഫ്യൂസ്ഡ് ആവും നമ്മള്. ധൈര്യത്തോടെ ദക്ഷ എന്ന് പറഞ്ഞ ഈ പാർലറിലേക്ക് നിങ്ങൾക്ക് പോകാം, ആമ്പിള്ളേർക്കാണെങ്കിലും പോകാം. അപ്പൊ ഈ അപ്പാപ്പന്മാർക്കും പോവാന്ന് പറയുന്നത് അവരെ അതിശയിപ്പിക്കല്ലോ. ഒരു 50+ ഏജുള്ള 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് മിടുക്കന്മാരായിട്ടാണ് അവര് പോയത്. അടിപൊളി ഹെയർ കട്ടിങ് കേട്ടോ. ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ ചെല്ലണ സമയത്ത് ഒരു കൊച്ചിന്റെ ഹെയർ കട്ടിങ് ഉണ്ടായിരുന്നു. അവൻ അവിടെ ചെല്ലുമ്പോൾ അലറി വിളിക്കായിരുന്നു. പക്ഷെ ആള് ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞാലും മിടുക്കനായിട്ട് ചിരിച്ചു കളിച്ചാ പോകുന്നത്. എനിക്ക് 100% ഞാൻ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പാർലർ. എന്റെ സ്വഭാവം അറിയാലോ അല്ലെ, എന്തെങ്കിലും ഒരു കുറ്റം പറയണ്ടേ, എന്തെങ്കിലും ഒരു കുറ്റം. ഞാൻ നല്ലത് കാണിക്കുമ്പോൾ കുറ്റം കണ്ടുപിടിച്ച് ഒരു വൃത്തിയായിട്ട് സ്വഭാവം എന്നാലും ഞാൻ പറയാം. അവിടെ ആകെ ഒരു കുഴപ്പം, ദക്ഷിന്റെ ഓണർ ജിതിനും ആര്യാണ്. ആര്യ അവിടെ മേക്കപ്പ് ഉണ്ട് കേട്ടോ. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവള്. സെയിം തന്നെ ജിതിൻ അവിടുത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. ആലം എന്ന് പറഞ്ഞിട്ട് പയ്യനും ജിതിനും കൂടിയാണ് എന്റെ ഹെയർ ചെയ്തത് കേട്ടോ. അവർ ഡിസ്കസ് ചെയ്തു. ഭയങ്കര കോർഡിനേഷൻ ആണ് കേട്ടോ. അവര് പഠിക്കണ പിള്ളേരുണ്ട്, പഠിച്ച പകുതിയായവരുണ്ട്. അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് അതിൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കുന്നു. നല്ലൊരു കോർഡിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എന്റെ അനുഭവം കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പറയും നിങ്ങൾ വേറെ പാർലർ കാണാത്തോണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോയി എനിക്കുണ്ടായ അനുഭവങ്ങളും എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഞാൻ ഓരോ പാർലറിന്റെ പേരെടുത്ത് പറയുന്നതാണ്. അപ്പോൾ അവിടെ മേക്കപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെന്താ പറയാ, കുറ്റം പറയേണ്ടതല്ലേ. അപ്പോൾ ജിതിൻ ആര്യ അറിയുവാനായിട്ട് എനിക്കൊരു കുറ്റമായിട്ട് തോന്നിയത് അവിടെ വാഷ്റൂം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു പാർലറാണ്. നല്ലൊരു എന്താ പറയാ ഒരു ഹൈ ക്ലാസ് എന്നല്ല, നല്ല ഹൈജീനായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർലർ. അപ്പൊ എനിക്ക് തോന്നുന്നു വാഷ്റൂം ഒന്ന് ക്ലീൻ ആക്കാം. ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ച് കറ പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം അവിടെ ഇരിക്കുന്നതല്ലേ, ട്രീറ്റ്മെന്റ് ഒക്കെ, അതായത് ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും വാഷ്റൂം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വാഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സംഭവം ചെയ്യണം. നിങ്ങൾക്ക് ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് കരുതിയാൽ മതി. ഇതിന് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഞാനിത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടേക്കട്ടോ. കോമഡിയാണ്. അപ്പോൾ അതില് ഞാൻ കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഹെയർ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. അവര് വന്നിട്ട് എനിക്ക് നല്ല തെറി വിളിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇച്ചിരി കോളം ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ ഇല്ലടാ. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഹെയർ വരുമോന്നും അറിയത്തില്ല. അത്രയും അനുഭവിച്ചു കഴിഞ്ഞു ഈ ഹെയർ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ. പിന്നെ എനിക്ക് നല്ല ഷാമ്പു, ഇച്ചിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. പക്ഷെ എന്റെ അതായത് ഈ കളറിങ് ഒക്കെ ചെയ്ത് കഴിയുന്ന കണ്ടിന്യൂസ് കളറിങ് ചെയ്യുന്നവർക്ക് ആകെ ഒരു ചിലവുള്ളത് നല്ല ഷാമ്പു ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നല്ല റേറ്റും ആകും. കാരണം ഭയങ്കര ഡ്രൈ ആവും നമ്മുടെ ഹെയർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷാമ്പൂവിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഷാമ്പൂവിന് ഇച്ചിരി പൈസയായി. ഓൺലൈനിൽ നോക്കിയിട്ടും കാര്യമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന് ഓൺലൈനിൽ നോക്കി, പക്ഷേ സെയിം പൈസ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എനിക്ക് ടോട്ടൽ കോസ്റ്റിന് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഫുള്ള് കാണണം. പിന്നെ എനിക്ക് ഹെയറിനെ കുറിച്ച് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം കാണാതെ അയ്യോ സാർജിറ്റി മുടി കെട്ടിയത് എവിടെയാണെന്ന് വെച്ചിട്ട് ഓടി വന്നിട്ട് അത് മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ. അതെനിക്കറിയാം. അതുകൊണ്ട് വേഗം പോയി ആദ്യം മുതൽ കണ്ടോളാം. ഞാൻ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് അയ്യോ മുടിയുടെ എവിടെ ഹെയർ കളർ ചെയ്തത് എവിടെയെന്ന് മാത്രം കാണുന്ന കള്ളന്മാരും കള്ളികളുമാണ്. അപ്പൊ അത് പറ്റത്തില്ല. ആദ്യം മുതലേ പോയി വീഡിയോ കാണണം. ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളെയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നതല്ലേ. അപ്പൊ കാണാതിരിക്കരുത് കേട്ടോ. ഇതിൽ നന്ദി പറയേണ്ടത് വിദ്യ, നമ്മുടെ വി ഫാഷൻ, എന്റെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിരുന്ന വിദ്യക്കാണ് ഞാൻ നന്ദി പറയുന്നത്. നന്ദി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവളെന്നെ വെട്ടിക്കൊന്നു കളയും. കാരണം അത്രയും നല്ലൊരു കാര്യം അവൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ട്, അവളുടെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ സ്റ്റിച്ചിങ് ഒക്കെ അവളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും ബ്ലൗസ് ഒക്കെ ലൂസ് ആണല്ലോ എന്ന്. എനിക്ക് ലൂസ് ഫിറ്റ് ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് കുറേ ശ്വാസം മുട്ടിയ പോലെ ഞാൻ ടൈറ്റ് ചെയ്ത് ചെയ്യാറില്ല ബ്ലൗസ് കേട്ടോ. ബാക്കി ചുരിദാറൊക്കെ എനിക്ക് കറക്റ്റ് ഫിറ്റ് വേണം. അപ്പോൾ അവളുടെ പേര് വിദ്യ എന്നാണ്. വി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തറയിൽ ഒരു ബോട്ടിക് ഉണ്ട്. ഭയങ്കര ആഡംബരങ്ങളൊന്നുമില്ല. പാവം കൊച്ചാണ്. അവള് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മെഷർമെന്റ് ഒക്കെ എടുത്ത് നമുക്ക് തയ്ച്ച് തിരിച്ചു കൊണ്ടുവന്ന് തരും. ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ശരിയാക്കണ വരെ വന്നിരിക്കും ആള്. അപ്പോൾ എന്റെ ആദ്യമൊക്കെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര വട്ടം ആ പെൺകൊച്ച് കയറി ഇറങ്ങിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. വീട്ടിൽ തന്നെയായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അടിപൊളിയായിട്ട് അവൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടൈപ്പിലേക്ക്, എൻ്റെ ഒരു ടേസ്റ്റിലേക്ക് എത്താൻ സമയം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വിളിക്കണം. ഞാൻ അവളെ മെൻഷൻ ചെയ്യാം കേട്ടോ വീഡിയോയില്.
അപ്പോൾ അവളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ മെഷർമെന്റ് എടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പുള്ളിക്കാരി പോയി അത് ചെയ്തു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലൊക്കെ വേണമെങ്കിൽ അത് എടുത്താണെങ്കിലും ചെയ്തോളും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പാർലർ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കൊരു പാർലർ കിട്ടി, 10-20 മിനിറ്റ് ഉള്ളൂ. എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇത്രയുള്ളൂ. ചളിയാണ് കുറേ എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. ആദ്യം കാണാത്ത വീഡിയോ പോയി കണ്ടിട്ട് വേണം ആ ഹെയർ കളർ ചെയ്യുന്ന വീഡിയോ കാണാം. കാരണം കള്ളന്മാരെല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് ഹെയർ കളർ ചെയ്യുന്നത് മാത്രം കണ്ടിട്ട് അത് പോയി കാണട്ടോ. എല്ലാവരും മുടിവെട്ടും താടി വടിക്കലും പിന്നെ ഐബ്രോസ് ചെയ്യലൊക്കെയുള്ളവരല്ലേ. അപ്പൊ നല്ല പാർലർ വേണ്ടേ? എന്തായാലും ഒരു തവണയെങ്കിലും പാർലറിൽ കയറുന്നവരായിരിക്കുമല്ലോ ഒരു 90% ആൾക്കാരും. അപ്പൊ അത് കാണണം കേട്ടോ എന്റെ കുഞ്ഞുമക്കളെ. എന്തോന്ന് റോഡ്, ഇൻഫോ പാർക്ക് റോഡ് എന്തായി കാണുന്നേ. എങ്ങനെ വണ്ടി ഓടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. എന്നിട്ടാണ് ബാക്കിലിരിക്കണവരോട്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ബാക്കിലിരിക്കണവര് സംസാരിക്കട്ടെ. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ലവേഴ്സ് പോകുമ്പോ ഒരു ഉമ്മ കൊടുക്കാൻ പാടുണ്ടോ? ഉമ്മ കൊടുത്ത കോൺസെൻട്രേഷൻ തെറ്റില്ലേ? അപ്പൊ അതാണ് എന്റെ ചോദ്യം. അവര് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ ഒരു തുള്ളു കൊടുത്തു, അപ്പൊ എന്താ മിണ്ടരുത്, ബാക്കിയൊക്കെ ചെയ്യാലേ? ഒരുമാതിരി പരിപാടി. അങ്ങനെ നമ്മൾ പാർലറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനപ്പോൾ അവിടെ ഈ ഹെയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. പേര് ആലം എന്നാണ്, ആലം. അപ്പോൾ പുള്ളിക്കാരൻ ഹിന്ദിക്കാരനാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു റെഡിഷ് മെറൂൺ കളറാണ് വേണ്ടത്, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു താല്പര്യപ്രകാരം വേറൊരു കളറും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലെയർ, ഒരു ഗ്രേയും ഒരു ഗോൾഡനും കൂടി ഒരു കളറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആലം അടിപൊളി വർക്കറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം അവൻ്റെ സ്വന്തം 2 ബ്രദേഴ്സാണ് അവിടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ആ പിള്ളേർ ഒരാൾ പഠിച്ച് ഒരുവിധമായിട്ടുണ്ട്, ഒരാൾ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു മനുഷ്യൻ കേട്ടോ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ചോദിക്കുന്നു, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. ചേച്ചി ഇങ്ങനെയാണ് ഹെയർ നോക്കേണ്ടത്, അങ്ങനെയാണ് ഹെയർ നോക്കേണ്ടത്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾ ചെയ്തത്. ഞാനൊരു ചെറിയ കേളായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ ആലത്തിൻ്റെ മുഖത്ത് ആ ചിരി നോക്കിയേ. കാരണം അവരവരുടെ വർക്ക് ഭംഗിയാവും, അവരവരുടെ മുഖത്ത് ഉണ്ടാവും ആ സന്തോഷം. എൻ്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ഗൈസ്. എനിക്ക് സന്തോഷം കൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ എൻ്റെ ഹെയർ കളറിങ് ചെയ്തിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുവാണ്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഹെയർ വന്നിട്ടില്ല. അത്രയും ഭംഗിയുണ്ടായിരുന്നു. എന്നെ ഫിലിമിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഹെയറിനെ അവർ സിനിമയിലെടുത്തു ഗൈസ്. അവർക്ക് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞു അവരുടെ പാർലറിൽ. ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹെയറിനെ അവർ സിനിമയിലെടുത്തു. അവർ ഫോട്ടോഗ്രാഫർ എന്താ പറയുക, കാച്ചം കൂച്ചം എന്നോട് ആട്ടാൻ പറയുന്നു, ചരിക്കാൻ പറയുന്നു, എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ലാസ്റ്റ് നമ്മുടെ ആലംബ്രോ വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കി, എന്താ ചിരിന്ന് നോക്കി. ഞാനിപ്പോൾ ഫൈനൽ ചെയ്തു. ഇതേ അവൻ്റെ സ്വന്തം 2 ബ്രദേഴ്സായിട്ടിരിക്കുന്നത്. എനിക്ക് ഐബ്രോസ് ചെയ്തിരുന്നു കേട്ടോ. എന്ത് അടിപൊളിയായിട്ടാണോ ആ കൊച്ചു ചെയ്തതെന്നറിയാം. അവളോട് ഒളിച്ചിരിക്കുന്നു. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഇവളുടെ അടുത്ത് തന്നെ പോകണം കേട്ടോ ഐബ്രോസ് ചെയ്യാനായിട്ട്. എന്താണെങ്കിലും പൊളിയാണ്. ദക്ഷ് ആര്യ ജിതിൻസ് മേക്ക് ഓവർ.